ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായല്ലേ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സെക്കൻഡ് ചാനലിലും നമ്മുടെ ഈ തേർഡ് ചാനലിലും വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ ഷോർട്സ് മുടങ്ങാണ്ട് ഇടുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ ദിവസം എത്തി. ഞാൻ ഇന്നലെ തൊട്ട് ആലോചിക്കുകയാണ് ഈ ഒരു ചാനലിൽ വീഡിയോ ഇടണമല്ലോ, കുറച്ചായല്ലോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം, ഈ വൈകിയ വേളയിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുവാൻ പ്രപഞ്ചശക്തി ഈ വ്യക്തിയെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അതുമാത്രമല്ല, നമ്മൾ അവസാനം ഇതിൻ്റെ കുറച്ച് ക്ലൂസും കൂടെ എടുക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ക്ലൂസും കൂടെ കുറച്ച് എടുക്കുന്നതായിരിക്കും. അപ്പോൾ റീസണേറ്റ് ആവുന്നവരെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 6 കാർഡ്സ് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ആ ഒരു എനർജി നോക്കാം. പ്രപഞ്ചശക്തി, അതായത് യൂണിവേഴ്സ്, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സണ് എന്തെങ്കിലും മാറ്റങ്ങൾ യൂണിവേഴ്സ് കൊടുത്തിട്ടുണ്ടോ, കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഈ ഒരു കാർഡാണ് നോക്കാൻ പോകുന്നത്. ആൻഡ് ലെറ്റ് സീ ദ എനർജി. യെസ്, വിസ്ഡം ആണ് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ ദ കളർ ഈസ് ഗ്രീൻ. ഇറ്റ്സ് ഓൾ അബൌട്ട്, അതൊരു അറിവിനെയും തിരിച്ചറിവിനെയും തൻ്റെ സ്വന്തം കുറ്റങ്ങളെ മനസ്സിലാക്കാനും താൻ ചെയ്തത് കുറ്റമാണെന്നും അതിൻ്റെ കംപ്ലീറ്റ്നെസ്സിലേക്ക്, അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരാനുമുള്ള ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു തിരിച്ചറിവാണ്. അതായത് ഒരുപാട് തിരിച്ചറിവുകൾ ഈ വ്യക്തിയുടെ ജീവിത അനുഭവങ്ങളിലൂടെ ഈ വ്യക്തിക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയതോടു കൂടി ആയിരിക്കാം, നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ നിന്നും പോയതോടു കൂടി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇവിടെ നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സന്റെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം എന്തായാലും ഈ പേഴ്സന്റെ കൂടെ ഇപ്പോൾ ഇല്ല, അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം നിങ്ങൾ രണ്ടുപേരും അത്രയും സെപ്പറേഷൻ പീരീഡിലാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ പല തിരിച്ചറിവുകളും നമുക്ക് ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് തരണമെങ്കിൽ, തീർച്ചയായിട്ടും ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകേണ്ടതായിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ എന്താണെന്നും നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണെന്നും, അല്ലെങ്കിൽ എന്തിന് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ഒറ്റപ്പെട്ടാണ് നടക്കുന്നത്. ആൻഡ് ഓൾസോ ഇതിലൂടെ ഈ വ്യക്തിക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിനോടകം വന്നിട്ടുള്ളത് അറിവാണ്, ജ്ഞാനമാണ്. അത് പല രീതിയിലുള്ള സ്പിരിച്വൽ കാരണങ്ങളുണ്ട്. മേ ബി സ്പിരിച്വൽ ഗൈഡൻസ് ആയിട്ടുള്ള ആരോ ഈ പേഴ്സണെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വഴികാട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ജ്യോത്സ്യനായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹീലിംഗ് പ്രോസസ്സ് ഈ വ്യക്തി ചെയ്യുന്നുണ്ടാകാം, റേക്കി ഹീലിംഗ്, കളർ തെറാപ്പി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ആര് വേണമെങ്കിലും ആകാം, ഒരു പ്രീസ്റ്റ് ആകാം. ഓക്കെ, അങ്ങനെ ആരുടെയൊക്കെയോ ഒരു സഹായം ഈ വ്യക്തി തേടുന്നതായിട്ടും അവരുടെ അഭിപ്രായം ഉൾക്കൊള്ളുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് പല തിരിച്ചറിവുകളും ഇതിനോടകം വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. മേ ബി നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വൈഫിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു റീഡിങ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം. ഓക്കെ, ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമുക്ക് അത്തരം ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് എത്തിപ്പെട്ടതായിട്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വന്നതായിട്ട് നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളെ തേടി വരാൻ പോകുന്ന അവസ്ഥകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ നല്ല രീതിയിൽ വിഷമിച്ചായിരിക്കാം ഇരിക്കുന്നത്, അല്ലെങ്കിൽ ദുഃഖത്തിലായിരിക്കാം, നിരാശപൂർണമായിരിക്കാം. അപ്പോൾ ഈ ഒരു അവസ്ഥ തുടർന്ന് ഇങ്ങനെ തന്നെ പോകുമോ,
അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഷൈൻ ബ്രൈറ്റ് ലൈക്ക് എ കാൻഡിൽ ആണ്. യു വിൽ മേക്ക് ഇറ്റ് ത്രൂ ദിസ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു കത്തുന്ന മെഴുകുതിരി, അത് അങ്ങേയറ്റം ജ്വലിച്ച് കത്തുന്ന മെഴുകുതിരിയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു മെഴുകുതിരി ബ്രൈറ്റ് ആയിട്ട്, അതും സാധാരണ രീതിയിലുള്ള കത്തലല്ല, ജ്വൽപ്പനങ്ങളല്ല, നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷൈൻ ബ്രൈറ്റ് ലൈക്ക് എ കാൻഡിലാണ്. അതായത് ബ്രൈറ്റ് ആയിട്ട് അത്രയും ഒരു ജ്വലിക്കുന്ന രീതിയിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങളെ തേടി വരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കാം. ഏത് തീരുമാനമാണ് എടുക്കേണ്ടത്, എന്താണ് വേണം, എന്താണ് വേണ്ടാത്തത്, ഇതൊക്കെ നിങ്ങളെ വളരെയധികം കൺഫ്യൂസ്ഡ് ചെയ്യിപ്പിക്കുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾ അത് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിൽ തന്നെ വളരെ മെച്ചപ്പെടലോടുകൂടി നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാനും കത്തിജ്വലിക്കാനും സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരാൻ പറ്റും. അതിനുള്ള സാഹചര്യം നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. മേ ബി ഈ പേഴ്സണായിട്ട് നിങ്ങളൊരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. സോ അത് പെട്ടെന്ന് നടക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള സ്റ്റേറ്റസ് ആയിരിക്കാം. എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. അത് നിങ്ങളെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഈ വ്യക്തിയുടെ തീരുമാനങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന തീരുമാനങ്ങൾ എന്താണെന്ന് നോക്കാം. യെസ്, ഡിസ്കവറി ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ വെച്ച് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അത് കമ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ പല രീതിയിലുള്ള കാരണങ്ങൾ ഉണ്ടാക്കിയതായിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് സൗന്ദര്യം പോരാ എന്ന് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും വിദ്യാഭ്യാസം പോരാ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തി ഈ വ്യക്തിയെ തേടി ഏതോ മാലാകയോ അല്ലെങ്കിൽ ഏതോ രാജകുമാരനോ വരും എന്നുള്ള ഒരു പൊട്ടബുദ്ധി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രതീക്ഷയോട് കൂടി ഒരു ദുരാഗ്രഹം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങളെക്കാൾ എന്തുകൊണ്ടോ മികച്ചത് എനിക്ക് വേറെ കിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വ്യക്തി നിങ്ങളെ വിട്ട് പോയതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ പോയതുപോലെ തന്നെ നാണം കെട്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഡിസ്കവറി ആണ്. ഇപ്പൊ ഡിസ്കവറി എന്ന് പറയുന്നത് പുതിയൊരു തുടക്കം, പുതിയ ഒരു ജീവിതം, പുതിയ അധ്യായം, പുതിയ അറിവുകൾ, പുതിയ തിരിച്ചറിവുകൾ, ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ അതിലൂടെ ഈ വ്യക്തി ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളോടുള്ള കാഴ്ചപ്പാടാണ്, നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ യാതൊരു തരത്തിലുള്ള പ്രാധാന്യവും ഈ പേഴ്സൺ തന്നിട്ടുണ്ടാവില്ലായിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ കുറേ കാര്യങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്, ഒരുപാട് തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷ വെക്കാമോ? ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ പേഴ്സന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാൽ അത് നടന്നു കിട്ടുമോ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ പ്രതീക്ഷ വെക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് വി ഗോട്ട് ദ നമ്പർ 18 ഓഫറിങ്സ് ആണ്. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ഒരു ലേഡി കയ്യിൽ ബൗള് വെച്ചിട്ട് അത് ധാരാളം വെള്ളമാണ് ഇങ്ങോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ വെള്ളം, ഈ ബൗൾ ഓഫ് വാട്ടറിനെ സൂചിപ്പിക്കുന്നത് ബ്ലെസ്സിങ്സിനെയാണ്, ആൻഡ് ഓൾസോ ഓഫറിങ്സിനെയാണ്. അതായത് നിങ്ങൾ ഇത്രയും കാലം ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും മാനിഫെസ്റ്റും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മളുടെ അമ്മയാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നമ്മുടെ മദർ യൂണിവേഴ്സ് നടത്തി തരും എന്നാണ് പറയുന്നത്. അത് അത്രയും ശുദ്ധ മനസ്സോടു കൂടിയും ഹൃദയത്തോടു കൂടിയും ശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷനോട് കൂടി മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അത് മറ്റൊരു കാര്യം, മറ്റൊരു സത്യം. എന്നാലും നമ്മൾ അത്രയും വിഷമിച്ചും അത്രയും ദുഃഖിച്ചും ഇരിക്കുന്ന പല കാര്യങ്ങൾക്കും
നമ്മളുടെ മദർ യൂണിവേഴ്സ് വഴികാട്ടും എന്നാണ് പറയപ്പെടുന്നത്. അത് അനുഭവം ഉണ്ട്. ഓക്കെ, ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ട്, ഇൻക്ലൂഡിങ് മീ. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ പേഴ്സണിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്താണോ അത് നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറണം എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ആഗ്രഹം. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകാം. അല്ലെങ്കിൽ മദ്യപാനം ഈ പേഴ്സൺ ഉണ്ടാകാം. സോ നിങ്ങൾ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഒന്നും ഒട്ടും തന്നെ ശ്രദ്ധിക്കാതിരിക്കുക. ഓക്കെ, അങ്ങനത്തെ കുറേ. അപ്പൊ നിങ്ങൾ എന്താണോ ഈ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് മദർ യൂണിവേഴ്സ് നേരിട്ട് ഇടപെട്ട് നിങ്ങൾക്ക് നടത്തി കൊടുക്കുന്നതായിട്ടാണ്, നടത്തി തരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ സഫലമാകുന്നതിന് തുല്യമാണ്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആകപ്പാടെ കുറച്ച് ആഗ്രഹങ്ങളെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അത് ഭൂരിഭാഗവും ഈ പേഴ്സണെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും അതെ. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ആ ഒരു യൂണിവേഴ്സ് നിങ്ങളുടെ ആ ഒരു വിഷമം മനസ്സിലാക്കിയിട്ട് ഈ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് നടത്തി തരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ തരുന്നത്, അല്ലെങ്കിൽ പുതിയ തുടക്കങ്ങൾ അല്ലെങ്കിൽ പുതിയ നല്ല നല്ല കാര്യങ്ങൾ ഈ പേഴ്സൺ മാത്രം വിചാരിച്ചിട്ടല്ല നിങ്ങൾക്ക് തരുന്നത്. അതിനോടൊപ്പം തന്നെ പ്രപഞ്ച ശക്തിയുടെ ഒരു പ്രൊട്ടക്ഷനും ബ്ലെസ്സിങ്സും പ്രസൻസും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ പ്രപഞ്ചത്തിന്റെ ആ ഒരു അല്ലെങ്കിൽ ആ യൂണിവേഴ്സൽ എനർജിയുടെ ആ ഒരു കരുത്തോട് കൂടിയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു സാന്നിധ്യത്തോട് കൂടിയാണ് നിങ്ങൾക്ക് ആ ഒരു ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് ഉടനെ വരാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളെ തേടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അലേർട്ടായിട്ടിരിക്കണം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ട്രൂത്ത് ബി ടോൾ. തീർച്ചയായിട്ടും ഇവിടെ പല മുഖംമൂടികൾ. യെസ്, മുഖംമൂടി ഒരു മാസ്ക് ആണ്. ആൻഡ് ഓൾസോ അത് എന്താ പറയാ, തീർച്ചയായിട്ടും ഇവിടെ സംവൺ ഈസ് ലൈയിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങൾക്ക് മുന്നിൽ ആരൊക്കെയോ ഇവിടെ കള്ളങ്ങൾ പറയുന്നുണ്ട്, അതിൽ പലതും മറച്ചു വെച്ചിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ആ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഉടനെ വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് പല സത്യങ്ങളും മറനീക്കി പുറത്തേക്ക് വരുന്നു. കാരണം അത് മറവിൽ നിൽക്കുകയാണ്. ആൻഡ് ഓൾസോ അത് മറനീക്കി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളത് അറിയേണ്ട സത്യങ്ങളാണ്. മേ ബി ഇത്രയും കാലം ആ സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറെ അന്വേഷിച്ച് കഷ്ടപ്പെട്ടൊക്കെ നടന്നിട്ടുണ്ടാകാം. പക്ഷേ അതോടുകൂടി നിങ്ങൾ മതിയായിട്ട് അതെല്ലാം നിർത്തി വെച്ചിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾ പണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഇപ്പോൾ നിങ്ങളെ തേടി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ഈ സത്യങ്ങളെല്ലാം നിങ്ങൾ അറിയാനുള്ള സമയം ഇപ്പോഴാണ്. അതുകൊണ്ടാണ് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് എന്ന് പറയുന്ന പോലെ ഇപ്പോഴാണ് നിങ്ങൾ ആ സത്യങ്ങൾ അറിയേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോഴാണ് ആ സത്യങ്ങൾ മറനീക്കി പുറത്തേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു കറക്റ്റ് ടൈമിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് ദ ലാസ്റ്റ് കാർഡ് നോക്കാം. നിങ്ങളോട് എന്താണ് യൂണിവേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, നിങ്ങളിപ്പോൾ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങൾ അത്രയും ഒരു സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം. നിങ്ങൾക്ക് യാതൊരു തരത്തിലും ചിരിക്കാൻ പോലും ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ നിങ്ങളോട് ചിരിക്കാനൊക്കെ പറയുന്നുണ്ടാകാം, അല്ലെങ്കിൽ എന്താ പറയുക ഹാപ്പി ആയിട്ടിരിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഓക്കെ, അത് പറയാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ നമുക്കത് ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് ചിരിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അത് ഓരോ ഹ്യൂമൻ ബീയിങ്ങിനും അത് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാനും എഗ്രി ചെയ്യുന്നു. പക്ഷേ യൂണിവേഴ്സ് എന്താണ് നിങ്ങളുടെ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് പേഴ്സണലി പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? യൂണിവേഴ്സ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് നോക്കാം. പോയിസ്ഡ് എന്നാണ്. ആൻഡ് പോയിസ്ഡ് ആൻഡ് ദിസ് എനർജി ഈസ് 48 മീൻസ് ഒരു ഇരട്ടി, ഒരു ഡബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് അല്ലേ? 4ന്റെ ഇരട്ടിയാണ് 8, അല്ലെങ്കിൽ 4+4 8 ആണ്. ആൻഡ് 8+4 12 ആണ്. ആൻഡ് 12 എന്ന് പറയുന്നത് 6+6 12 ആണ്. ഓക്കെ, അതൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡബിൾ എനർജിയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ദിസ് ലേഡി ഈസ് ഡാൻസിങ്.
ആൻഡ് ഷീ ഈസ് എൻജോയിങ് സംതിങ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഒരുങ്ങി ഇരിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, ഒരുങ്ങി നിൽക്കാനാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഒരുപക്ഷെ പ്രതീക്ഷകളെല്ലാം കൈവിട്ട് ഇനി ഒന്നുമില്ല, അല്ലെങ്കിൽ എനിക്കിനി ഒരു ജീവിതമില്ല, ഓക്കെ എനിക്ക് ഇത്രയൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നത്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാകാം. ഓക്കെ, നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് കണ്ടിന്യൂഷനായിട്ട് നമുക്കിങ്ങനെ പരാജയങ്ങൾ വരുമ്പോൾ സീരിയസ്ലി നമ്മളുടെ ആ ഒരു ചിന്താഗതികൾ മാറും, ഡാം ഷുവർ. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരുങ്ങി നിൽക്കാനാണ്. ഓക്കെ, അപ്പോൾ ഒരുങ്ങി നിൽക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും എന്തൊക്കെ മാറ്റങ്ങളാണോ നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടത് അതെല്ലാം നിങ്ങൾ കൊണ്ടുവരണം. മനസ്സിനൊട്ടും തന്നെ കപ്പാസിറ്റി നിങ്ങൾക്ക് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യണം. ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വർക്കൗട്ട് ചെയ്യണം. ആൻഡ് ഓൾസോ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മരുന്നൊക്കെ കഴിച്ച് റെഡിയാക്കി വെക്കാനാണ് പറയുന്നത്. സംതിങ് ഗുഡ് ഈസ് ഹാപ്പനിങ് ടു യുവർ ലൈഫ്. എന്തോ നിങ്ങളോട് ഒരുങ്ങിയിരിക്കാനാണ് പറയുന്നത്. ഒരുങ്ങിയിരുന്നോളൂ. ആൻഡ് എവ്രിതിങ് ഈസ് ഓൺ ദ വേ. എല്ലാം അതിൻ്റേതായിട്ടുള്ള വഴികളിൽ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരും. ഇതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. ലെറ്റ് us see about the clues what the universe is trying to tell you. ഓക്കെ, ചിതറി ഒരുപാട് സ്പ്രെഡായിട്ട് വീണു. ഓക്കെ, നമുക്ക് നോക്കാം. 699, 966 അതൊരു യെസ്, അവിടെയും ഒരു 6-ൻ്റെയും 9-ൻ്റെയും എനർജിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ഡബിൾ എനർജിയാണ്. ആൻഡ് ഓൾസോ അതൊരു ഗുഡ് സൈൻ ആയിട്ട് കാണിക്കുന്നു. യെസ്, ആൻഡ് ഓൾസോ ദിസ് ഇസ് ലെറ്റർ ഐ ആണ് കിട്ടിയിട്ടുള്ളത്. ഐ വെച്ചിട്ട് സംതിങ് നിങ്ങളുടെ ഇനീഷ്യൽ ആയിരിക്കാം, നിങ്ങളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കാം. അക്യൂറിയസ് കിട്ടിയിട്ടുണ്ട്. അക്യൂറിയസ് ആ ഒരു സോഡിയക് സൈൻ ആണ്. 1997 കിട്ടിയിട്ടുണ്ട്. സാജിറ്റേറിയസ് കിട്ടിയിട്ടുണ്ട്. ഒരു ഹൈ എനർജിയാണത്, സോഡിയക് സൈൻ. 144 അതൊരു ഏഞ്ചൽ നമ്പറാണ്. വി ഗോട്ട് ഇസെറ്റ് കിട്ടിയിട്ടുണ്ട്. ക്യൂ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യു കിട്ടിയിട്ടുണ്ട്. യു, യെസ്. ലെറ്റർ വൈ കിട്ടിയിട്ടുണ്ട്. 2020 ഓക്കെ, ആ ഒരു കോവിഡ് സമയമൊക്കെ മേ ബി അപ്പോഴായിരിക്കാം നിങ്ങളുടെ പ്രണയം പൊട്ടിമുളച്ചത് ഓർ സംതിങ് ലൈക്ക്. നമ്പർ 40 കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് എ ഏഞ്ചൽ നമ്പർ ഫോർ യു. 1221 ഓക്കെ, അതൊരു ഏഞ്ചൽ നമ്പറാണ്. യെസ്, എഗെയിൻ ദ 696, 969 ഇതിലെന്തോ നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ട്, ഡാം ഷുവർ. അപ്പം ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ചാനലിൽ വീഡിയോ ഇടുള്ളൂ. കഴിവതും ഷോർട്സ് എല്ലാ ദിവസവും ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതെല്ലാ ദിവസവും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ ദിവസവും ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട്. പിന്നെ ലോങ് വീഡിയോസ് കുറച്ച് ദിവസം എത്തി നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ബിക്കോസ് ഒരു ബിസി ഷെഡ്യൂളാണ്, അതുകൊണ്ടാണ് കേട്ടോ. സോ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബൈ.